കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് ശ്രമങ്ങളോട് വലിയ പ്രതിരോധമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. വലിച്ചിഴച്ച പോലീസ് ബസ്സുകളിലേക്ക് കയറ്റുന്ന കാഴ്ചയുമാണ് കാണാൻ കഴിയുന്നത്. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിത, ഏത് സമയത്തും പ്രതീക്ഷിച്ചിരുന്നതാണ്. സമയം 6:15 അടുക്കുകയാണ്. പോലീസിന് അധിക നേരം ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. കടുത്ത ബലപ്രയോഗത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. മധു, സമരം ചെയ്യുന്ന എംപിമാരെ, പാർലമെന്റ് അംഗങ്ങളെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിന്ന് നീക്കുകയാണ്. പലരെയും വലിച്ചിഴച്ചാണ് കൊണ്ടുപോകുന്നത്. ബലമായി തന്നെ, കായികമായി തന്നെ വലിച്ചിഴച്ചാണ് പലരെയും കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ പ്രതിനിധിയാണ്, പാർലമെന്റ് അംഗങ്ങളാണ്. ആ പാർലമെന്റ് അംഗങ്ങളെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധിക്കുന്ന അവരെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ബലമായി തന്നെ അവരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തുകയാണ്. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി, പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ നിലയിൽ കായികമായി തന്നെ പ്രതിഷേധിക്കുന്ന എം പിമാരെ നേരിട്ട് ഇപ്പോൾ ദില്ലി പോലീസ് അവരെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയാണ്. വി കെ ശ്രീകണ്ഠൻ എം പിയെ ഇപ്പോൾ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത് കാണാം. ഇതേ രീതിയിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഇതേ രീതിയിൽ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം തന്നെയായിരിക്കാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ബലം പ്രയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ നീക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. ആ അതീവ സുരക്ഷാ മേഖലയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരം നടന്നത്. ആ സമരത്തെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. ഇപ്പോൾ കെ സി വേണുഗോപാലിനെയും അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുന്നത് കാണാം. നോക്കൂ, കെ സി വേണുഗോപാൽ താഴേക്ക് വീണു. കെ സി വേണുഗോപാൽ ഇപ്പോൾ താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ റോഡിൽ കിടക്കുന്നത് കാണാം. താഴെ വീണു കെ സി വേണുഗോപാൽ. ഇപ്പോൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസിന്റെ പിടിവഴിയിൽ ഇപ്പോൾ താഴെ വീണിരിക്കുന്നു. റോഡിലൂടെ വലിച്ചാണ് കെ സി വേണുഗോപാലിനെ കൊണ്ടുപോകുന്നത്. റോഡിലൂടെ വലിച്ചിഴച്ച് കെ സി വേണുഗോപാലിനെ ഇപ്പോൾ പോലീസ് ബസ്സിലേക്ക് കയറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കെ സി വേണുഗോപാലിനെ ഇപ്പോൾ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. ബലം പ്രയോഗിച്ച് പോലീസ് കൊണ്ടുപോകുന്നു. തീർച്ചയായും ഒരിക്കലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നടപടി പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരിക്കില്ല. പ്രതിപക്ഷത്തോട് ഒരു പോലീസിന്റെ സമീപനം ഈ നിലയിലാണോ എന്നൊരു വലിയ ചോദ്യം, രാഷ്ട്രീയ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. കെ സി വേണുഗോപാലിനടക്കം AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനടക്കം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പോലീസിലെ നടപടിയിൽ കെ സി വേണുഗോപാൽ താഴേക്ക് വീണു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളോടാണ് ദില്ലി പോലീസിനെ കയ്യൊക്കെ കാണിക്കലെന്നത് ആലോചിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതി ശരിയാണ്, അത് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് ബാരിക്കേഡ് വെച്ച് പ്രതിരോധിക്കുന്നതിന് പകരം അവിടേക്ക് പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയാണ്. അതിന് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ കയ്യേറ്റം ചെയ്തുകൊണ്ടല്ല മറുപടി പറയേണ്ടത്. കെ സി വേണുഗോപാലിനെ അടക്കം വലിച്ചിഴച്ച് കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റുന്നതിനിടെ അദ്ദേഹം താഴെ വീണു പോവുകയാണ്. പി ആർ സുനിൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സുനിൽ, നേതാക്കളെ ഇങ്ങനെ മാറ്റിയതിനു ശേഷം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കടുത്ത പോലീസ് നടപടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. തീർച്ചയായും കടുത്ത പോലീസ് നടപടി തന്നെയാണ്. ഈ കൊണ്ടുപോകുന്നവരെല്ലാവരും പാർലമെന്റ് അംഗങ്ങളാണ്. ഓർക്കണം, രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്, പാർലമെന്റിലെ മുതിർന്ന എം പിമാരാണ്. മല്ലികാർജുൻ ഖാർഗെയെ പോലുള്ള നേതാക്കളുണ്ട്, സീനിയർ നേതാക്കളുണ്ട്, ഒരുപാട് തവണ മുഖ്യമന്ത്രിമാരായ നേതാക്കളുണ്ട്. അങ്ങനെ രാജ്യത്തെ തലപ്പൊക്കമുള്ള പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ദില്ലി പോലീസ് അതിക്രൂരമായി എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു പ്രതിഷേധമാണ്. ആ ഒരു പ്രതിഷേധത്തിനിടയിൽ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. നോക്കൂ, രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക സുരക്ഷ ഉണ്ട്. ആ സുരക്ഷ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ ദില്ലി പോലീസ് രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ അഖിലേഷ് യാദവിനെ നമുക്ക് കാണാം. സമാജ്വാദി പാർട്ടി കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നു. അഖിലേഷ് യാദവ്, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ്, പാർലമെന്റ് അംഗം അഖിലേഷ് യാദവ് കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും ഇപ്പോൾ ബലം പ്രയോഗിച്ച് ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നു. നോക്കൂ, രാഹുൽ ഗാന്ധിയെ പോലീസ് കായികമായി തന്നെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയാണ്. ഉന്തും തള്ളും ഇപ്പോൾ നടക്കുകയാണ്.